ഇപ്പൊ ഞങ്ങൾ ടി വി തുറന്നിട്ടോ അല്ലെങ്കിൽ ഫോണിൽ യൂട്യൂബ് ആപ്പ് എടുത്തിട്ടോ ഒക്കെ നിങ്ങളെ കണ്ട് ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അത്രയും ചിരിക്കാൻ വേണ്ടി നിങ്ങളെ നമ്മുടെ മുമ്പ് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കരച്ചിലും ഒരുപാട് മാനസിക സംഘർഷമൊക്കെ കടന്നിട്ടായിരിക്കും വരിക. തീർച്ചയായിട്ടും. അപ്പൊ അവിടെയാണ് മാ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയൊക്കെ നിങ്ങളിലേക്ക് വരികയും ആ കൂട്ടായ്മ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഏതൊരു ആർട്ടിസ്റ്റിന്റെ എന്തൊരു വിഷമത്തിലും നമ്മളോടൊപ്പം നമ്മുടെ നമ്മുടെ അമ്മ എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് അമ്മ എന്ന് പറയുന്നത് പോലെയാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് എന്ന സംഘടന. നമ്മുടെ ഏതൊരു ബുദ്ധിമുട്ടിനും അവര് കൂട്ടായിട്ട് കട്ടയ്ക്ക് ചങ്കായിട്ട് നിൽക്കും. എന്തൊരു വിഷയം അവിടെ അവതരിപ്പിച്ചാലും അതിനൊരു പരിഹാരം അവര് കണ്ടെത്തും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആർട്ടിസ്റ്റ് പേയ്മെന്റ് കിട്ടാത്ത ഒരു വിഷയം പറഞ്ഞു, വിത്തിൻ 2 days അത് ഫുൾ പേയ്മെന്റ് കിട്ടി. അപ്പൊ അതുപോലെയൊക്കെ ഒരു സംഘടന. അതിന് പക്രുചേട്ടൻ പറയും, എന്ന് പറയുന്നത് അമ്മ കഴിഞ്ഞ ഇത് കുഞ്ഞമ്മയാന്ന് പറയും. അങ്ങനെ ഒരു ഭയങ്കര ഹെൽപ്പാണ്. സുരേഷ് ഗോപി പോലുള്ള നടന്മാരൊക്കെ അത് സുരേഷ് ഏട്ടൻ കാണിച്ച ഒരു വലിയ മനസ്സാണ്. സുരേഷ് ഏട്ടൻ്റെ ഓരോ സിനിമയ്ക്കും കിട്ടുന്ന അഡ്വാൻസ് പൈസയിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ വീതം നമ്മുടെ അസോസിയേഷന് ഡൊണേറ്റ് ചെയ്യും. അതിപ്പോ ആ സിനിമ ഷൂട്ട് ചെയ്തോ നടന്നോ ഇതോ ഒന്നും അദ്ദേഹം നോക്കത്തില്ല. അദ്ദേഹം അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ സിനിമ നടക്കണം എന്നില്ല, ഷൂട്ട് എടുക്കണം എന്നില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം അഡ്വാൻസ് മേടിച്ചാൽ ആ പൈസയിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ അസോസിയേഷന് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഒരു 6 or 7 സിനിമയുടെ അഡ്വാൻസ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. അത് മനുഷ്യന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സും കൂടെ വേണം. അത് അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ മനസ്സിന് ഉടമയ്ക്കേ പറ്റുള്ളൂ. എന്റെ താക്കോൽദാനം അദ്ദേഹമായിരുന്നു ചെയ്തത്. കാര്യം അന്നാണ് അസോസിയേഷന്റെ മെഗാ ഷോ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് സുരേഷ് ഏട്ടൻ വന്നപ്പോൾ ബിൽഡേഴ്സിന് ഒരു ആഗ്രഹം, താക്കോൽദാനം സുരേഷ് ഏട്ടനെ കൊണ്ട് നടത്തിക്കണമെന്ന്. അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് അവരവിടെ വന്നു. അങ്ങനെയാണ് ഫോട്ടോസ് അന്ന് എടുത്തപ്പോ കണ്ടായിരുന്നു. പക്ഷെ ചാനലിലൊന്നും ആ ഷോ ടെലികാസ്റ്റ് വന്നില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അന്ന് കിട്ടി. അന്ന് ഫോണിലൊക്കെ എടുത്ത് 1-2 പേരൊക്കെ എടുത്തതൊക്കെ കിട്ടി. സുരേഷ് ഏട്ടൻ്റെ കൂടെ ഉള്ളത് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിച്ചു. അതിന് യൂട്യൂബിൽ ആരൊക്കെ ഇട്ടിട്ടുണ്ട്, ഇത് ചേച്ചി സുരേഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവര് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. ഞാൻ അന്ന് മറ്റേ ആ തോളെ കൈവച്ച വിഷയം വല്ലാണ്ട് വിവാദമായിട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ എപ്പോഴെങ്കിലും കണ്ടാല് ഒന്ന്, പക്ഷെ ഞാൻ സീനിൽ ഒന്നിച്ച് കാവൽ സിനിമയില് കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരുപാട് പേരുടെ കൂടെ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മളെ ഓർക്കണം എന്നില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവന് ചേട്ടാ നമ്മൾ ഒന്നിച്ച് കാവൽ സിനിമയിൽ നേഴ്സായിട്ട് അഭിനയിച്ചത് ഞാനാണ്, ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ സീനിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടി. ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കുകയാണേന്ന് പറഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച്. നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക്. നമ്മളുടെ ആരൊക്കെയോ ആണെന്നൊരു തോന്നല് വല്ലാണ്ട് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഓറ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വല്ലാത്തൊരു ഓറയാണ് ആ മനുഷ്യൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, നമുക്ക് അച്ഛൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്നത് പോലുള്ളൊരു ഭയങ്കര ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെ ഇനി ചിലപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എന്നെ ഏറി കയറ്റാനുള്ളതായിരിക്കും, എന്നാലും സാരമില്ല പറയാം. ഈ സാജൻ പള്ളിയായിട്ടുള്ള കൊളാബറേഷൻ അതെങ്ങനെയാ സാധ്യത? സാജനുമായിട്ട് ഒരു 25 വർഷത്തെ പരിചയം. ഞാൻ ആദ്യമായിട്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയില് ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമിന് ഡബ് ചെയ്യുന്ന സാജന്റെ കൂടെയാണ് ആദ്യമായിട്ട് കൺസോളിൽ നിൽക്കുന്നത്. അതെനിക്ക് മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞ പ്രസാദേട്ടനാണ് അവസരം ഉണ്ടാക്കുന്നത്. പ്രസാദേട്ടനാണ് വീട്ടിൽ വന്ന് സാജൻ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതും. ഞാൻ അങ്ങനെയാണ് അത് കവിതാ നൃത്താലയം, പള്ളൂരുത്തിയിലുള്ള കവിതാ നൃത്താലയത്തിന് വേണ്ടിയിട്ടൊരു ഇത് എന്താണ് നൃത്തനാടകയില് ബാലയ്ക്ക് ഡബ് ചെയ്യാനായിട്ടാണ് സാജൻ ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് നിൽക്കുന്നത്. അത് 25 വർഷം മുമ്പ്. ഞാൻ എൻ്റെ വളരെ ചെറിയ, എനിക്ക് വലിയ ബഹുമാനമുണ്ട് അദ്ദേഹത്തിനോട്. ഒന്ന് അദ്ദേഹം മലയാള ഭാഷയോട് കാണിക്കുന്ന ഒരു അടുപ്പം, പിന്നെ മലയാള ഭാഷയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഉച്ചാരണ ശുദ്ധി, അതുപോലെ അദ്ദേഹം എടുക്കുന്ന പല ത്രെഡുകളും അല്ലെങ്കിൽ എപ്പോഴും റെലവെന്റ് ആണ് സാജൻ പള്ളൂരുത്തി. പല മിമിക്രി ആർട്ടിസ്റ്റുകളും ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ചുറ്റും എന്താ നടക്കുന്നതെന്ന് കട്ടായി പോകും. പക്ഷെ സാജൻ ചേട്ടൻ എപ്പോഴും വളരെ വളരെ റെലവെന്റ് ആണ് എന്താ നടക്കുന്നത് എന്നുള്ളത്. ആൻഡ് ബേസിക്കലി അദ്ദേഹത്തെ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്നത്, അദ്ദേഹത്തിന് അനിയനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു കൺസേൺ മാതൃകയാക്കാവുന്ന ഒരു ആളാണ്, വ്യക്തിത്വമാണ്. കാര്യം നമ്മളോടും അങ്ങനെ തന്നെയാണ്.
ഞങ്ങളെയും അതുപോലെ മക്കളെ പോലെയാണ് ഞങ്ങളോടും സാജൻ ചേട്ടൻ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാജൻ ചേട്ടൻ്റെ ചെണ്ടയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദറിന് പോകുന്ന ഒരു ഫീലല്ല, അതൊരു ഷൂട്ടിന് പോകുന്ന പോലത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിലാണെങ്കിലും ചെന്നാല് നമുക്ക് ഷിജി ചേച്ചി അത് തന്നെയാണ്, സാജൻ്റെ വൈഫും നമുക്കൊരു ചേച്ചീനെ പോലെ തന്നെയാണ് ഷീ ചേച്ചീനെയും തോന്നുന്നത്. ഷീ ചേച്ചിയുടെ ഫുഡുകൾ അതൊക്കെ നമുക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് ഭയങ്കര എന്തോ ആ ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റും ഉണ്ട്. സാഞ്ചാണ് എല്ലാവരോടും പൊതുവേ ഒരു ഈ ഇപ്പൊ ഈ റീൽസിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ റീലുണ്ടല്ലോ, അതായത് അടുക്കളയിൽ നിൽക്കുന്നത് എന്റെ ഭാര്യ നീ വേലക്കാരിയാണല്ലോ എന്ന് പറയുന്നത് ഒരു ഗംഭീര സാധനമാണ്. ആരും അങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കില്ല. അത് സത്യം പറഞ്ഞ് ഞങ്ങൾ ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു, ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഒരു ഹോൾ എഫക്റ്റ് വന്നു. നമ്മള് റൂമിൽ എടുത്തിട്ട് അടുക്കള തന്നെ എടുത്തതായിരുന്നു. അപ്പൊ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു, അതിന് പുറകെ വന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ഷൂട്ട് എടുത്തായിരുന്നു. പക്ഷെ അത് എടുത്തു വന്നപ്പോഴത്തേക്ക് അതിന് ഒരു ഹോൾ എഫക്റ്റ് ഫീൽ ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്ത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് എടുത്ത സാധനം ഒന്നുകൂടെ ഒന്ന് ചെയ്യാന്നിട്ട് ഈ ലൈറ്റ് പോകുന്ന നേരത്ത് പെട്ടെന്ന് എടുത്തതാ. ഒരു 10 മിനിറ്റിനുള്ളിൽ തട്ടിക്കൂട്ടി എടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സ്പീഡിൽ എടുത്തത്. അതുകൊണ്ട് ഒരു ക്ലോസ് പോലും വെക്കാതെ എടുത്ത ഒരു ത്രൂ ഔട്ട് പറഞ്ഞു തീർന്നു. അതെ, ഞാനും ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ടല്ലോ. ഒന്നല്ല 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ ആ അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണിനോട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കുഴയുന്നു, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. നീ ആരാ? വേലക്കാരി. അതാണ് ഹൈലൈറ്റ്. ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി കാണാൻ പറ്റിയതിൽ. ആ സ്കിറ്റ് തൊട്ട് തന്നെ ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നാടക പാരമ്പര്യത്തെ പറ്റിയിട്ടൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാടകം ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നാടകങ്ങൾ അമച്വറാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പ്രൊഫഷണൽ നാടകങ്ങൾ വളരെ കുറവാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ചെയ്യാൻ പറ്റിയതെല്ലാം നല്ല നല്ല തട്ടകങ്ങളിലാണ്. അതൊരു വലിയ ഭാഗ്യം. NN പിള്ളയുടെ വിശ്വകേരള കലാസമിതിയിലും KPSC പോലുള്ള പ്രശസ്തമായ സമിതികളിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഏറ്റവും നല്ല സംവിധായകരുടെ കീഴിലും വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യങ്ങൾ. ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സായ രാജീവൻ മമ്മളി, മനോജ് നാരായണൻ പോലുള്ള നാടക സംവിധായകരുടെ കീഴിലും, പിന്നെ NN പിള്ള സാറിൻ്റെ അവിടെ കുട്ടൻ ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ്റെ ശിക്ഷണത്തിലുമൊക്കെയാണ് നാടകങ്ങൾ പഠിച്ചത്. അതെനിക്ക് എൻ്റെ പ്രൊഫഷന് ഒത്തിരി അത് കരിയറിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഡയലോഗ്സ് പഠിക്കുമ്പോഴും ഒരു സിനിമയുടെ ആണെങ്കിലും ഇപ്പോൾ ഒരു സാഞ്ചേട്ടൻ്റെ സ്കിറ്റിനാണെങ്കിലും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഈ നാടകത്തിലെ മുഴുനീള ഡയലോഗുകൾ നമ്മളിങ്ങനെ പഠിച്ച് അതിന് അവർ പറയുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ആകുമോ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ കിട്ടും. അതാണ് നമ്മൾ ഈ അഭിനയത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചവിട്ടുപടി. അത് അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ജോബു മഠത്തിൽ പോലുള്ള സംവിധായകര് അവരുടെ നാടകങ്ങൾ, അമച്വർ നാടകങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റി. ജോബിൻ്റെ തന്നെ ഈ കക്കുകളിയും അരങ്ങത്തേക്കെന്ന് പറയുന്ന അയ്യങ്കാളിയെ കുറിച്ചുള്ള ഒരു നാടകം, ഇതൊക്കെ ചെയ്യാൻ പറ്റി. അതൊക്കെ നമുക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ നാടകം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അഭിനയ ജീവിതത്തിന് ഒത്തിരി സഹായിച്ചിട്ടുള്ള ഘടകം. അതുകൊണ്ട് ഇനിയും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാനും ഏറ്റവും കൂടുതൽ അഭിനയിക്കാനും മോഹമുള്ളത് നാടകത്തിൽ തന്നെയാണ്. പിന്നെ സിനിമ കിട്ടിയ ഭാഗ്യം. സിനിമ ഒരു ഭാഗ്യമാണ്. അഭിനയശേഷി മാത്രമല്ല, സിനിമയിൽ ഭാഗ്യം കൂടെ തുണച്ചാലേ നമുക്കൊരു സിനിമ നടിയാകാൻ സാധിക്കുള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ ഭാഗ്യമൊന്നും തലയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം ഓരോരുത്തരുടെ ഇങ്ങനെ പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും നമ്മൾ ആ പ്രൊഫഷനിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യം. ഒരു പാഷനായിരുന്ന ഒരു സാധനത്തെ ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നു, അത് ഒരു വലിയ ദൈവാനുഗ്രഹം, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ സിനിമയായാലും സീരിയലായാലും നാടകമായാലും സിറ്റ്കോം ആയാലും ഏതായാലും അഭിനയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാന ഘടകം. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പൗളി വിൽസൺ ലഭിച്ചതുപോലെ, പ്രമോദ് വെളിയനാണ് ലഭിച്ചതുപോലെ, അല്ലെങ്കിൽ കോട്ടയം രമേശിന് ലഭിച്ചതുപോലെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, അതുടനെ സാധിക്കട്ടെ. സിനിമയിലും വരട്ടെ. ഒരുപാട് നേരം നന്ദിയുണ്ട്. ഈ വെളിയനാടിൻ്റെ കാര്യം പറയുമ്പോഴുണ്ടല്ലോ, പ്രമോദേട്ടൻ്റെ നാടകം കണ്ടിട്ടാണ് എനിക്ക് ആ മനുഷ്യൻ്റെ കൂടെ ഒരു
കോമ്പിനേഷൻ സീൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പോയത്. അത് എനിക്ക് നാട്ടുകൂട്ട ഫൺ സീരീസ് എന്ന് പറയുന്ന മനോജ് മിന്നലെ ഡയറക്റ്റ് ചെയ്യുന്ന അതിൽ പൂച്ചശങ്കരൻ എന്ന് പറയുന്ന ഒരു എപ്പിസോഡിൽ പ്രമോദേട്ടൻ്റെ കൂടെ ആ കോമ്പിനേഷൻ സീൻ ചെയ്തപ്പോൾ അതിയായ സന്തോഷം തോന്നി. കാര്യം അത്ര വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രമോദേട്ടൻ്റെ കൂടെ. ഇപ്പോൾ ഈ നാടകത്തിൽ സത്യം പറഞ്ഞ എനിക്ക് മിസ്സായി പോയല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ആ നാടകത്തിൽ മാടൻ മോക്ഷത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വലിയ വലിയ കലാകാരന്മാരുടെ ഒപ്പം കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളൂ. എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം. നല്ല ആർട്ടിസ്റ്റുകളുടെ ഒപ്പം അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യവും അതിനുള്ള കഴിവും ഈശ്വരൻ തരണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ഈശ്വരൻ എന്തായാലും തുണയുണ്ടാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. ഒത്തിരി സന്തോഷം.